ഹലോ ഗൈസ് വെൽക്കം ടു മൈൻഡ് ബസിൽ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഷോൾഡറും ട്രൈസെപ്സുമാണ് അടിച്ചത്. നമ്മുടെ സെക്കൻഡ് വീക്കായി പ്ലാന്. ആം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 8 സെറ്റ് 6 റെപ്പ് ആണെങ്കിൽ ഇപ്രാവശ്യം 6 സെറ്റ് 8 റെപ്പാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെയിറ്റിൽ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ക്യൂബൻ പ്രസ്സിൽ വലിയ വ്യത്യാസമൊന്നും വരുത്തിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ആ വർക്കൗട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ക്യൂബൻ പ്രസ്സിന് എനിക്ക് ലെഫ്റ്റ് ഷോൾഡറിന് ഇഞ്ചുറി വരാൻ സാധ്യത വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് ചെറിയ വെയിറ്റ് എടുക്കുള്ളൂ. പക്ഷേ സൈഡ് ലാറ്ററൽ കുറച്ച് ഹെവി പോയി. എന്നാലും താങ്ങാൻ പറ്റണ വെയിറ്റ് തന്നെയാണ് എടുത്തത്. അത് രണ്ടും ഒരുമിച്ച് റെസ്റ്റ് ഇല്ലാണ്ട് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ ചെയ്യണത് നമ്മൾ ഒരു സൂപ്പർ സെറ്റ് കഴിഞ്ഞാൽ കറക്റ്റ് 20 സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളത് ചെയ്യാൻ മറന്നു. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് പോയി. ഇപ്പോൾ ഇനി ചെയ്യാനുള്ള നമ്മുടെ ഗ്രൂപ്പിലെ ടീമുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരങ്ങനെ ചെയ്യും. അങ്ങനെ അപ്പോൾ അതിനുശേഷം ഞാൻ ഫ്രണ്ട് ലാറ്ററൽ ഡംബൽ അടിച്ചു. പ്ലസ് ഷോൾഡർ പ്രസ്. നമ്മൾ സൈഡ് ഡെൽറ്റിനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് മാക്സിമം ഇങ്ങനെ അടിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ. കൈ കുറച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കൺട്രോൾ ചെയ്ത് അടിക്കുക. ടൈറ്റ് കൊടുത്ത് അടിക്കുക. അത് കുറച്ച് ഹെവി എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് പറ്റണേൽ ഹെവി. സപ്പോർട്ട് ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ ഓക്കെ ആണ്. ലാസ്റ്റ് സെറ്റ് ആ മാക്സിമം നമ്മൾ പുഷ് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതിനുശേഷം നേരെ ട്രൈസെപ്സ് വർക്കൗട്ടാണ് ചെയ്തത്. ട്രൈസെപ്സിനെ ക്ലോസ് ഗ്രിപ്പ് പ്രസ്സും വിത്ത് ഡംബൽ എക്സ്റ്റൻഷൻ, ലൈങ് ഡംബൽ എക്സ്റ്റൻഷൻ ആണ് ചെയ്തത്. സെയിം പരിപാടി തന്നെ 6 സെറ്റ് 8 റെപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. അതിനുശേഷം പിള്ളേരൊക്കെ ഇപ്പോൾ പോയി. പോയതിനു ശേഷം സമയം 11:30ക്ക് ഞാനൊന്ന് പോസ് ചെയ്തു. പരിപാടി കഴിഞ്ഞു. നേരെ വീഡിയോ എടുക്കുകയാണ് ചെയ്യണത്. അതാണ് ഇന്നുണ്ടായത്. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രിയേറ്റിനെ കുറിച്ചിട്ടാണ്. ക്രിയേറ്റിങ്ങിനെ കുറിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് ഡൗട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ. ക്രിയേറ്റിൻ സ്റ്റെറോയിഡ് ആണോ? അതാണ് ആദ്യത്തെ ചോദ്യം. അത് കഴിക്കണതിന് വല്ല പ്രശ്നം ഉണ്ടാ ചേട്ടാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ക്രിയേറ്റിൻ ഒരു സ്റ്റെറോയിഡ് അല്ല. നമുക്ക് ധൈര്യമായിട്ട് കൺസ്യൂം ചെയ്യാം. ഓക്കെ. ക്രിയേറ്റിൻ ഒരു സബ്സ്റ്റൻസ് ആണ്. അത് മസിൽ സെൽസിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. കുറച്ച് ലിവറിലും. അതുപോലെ തന്നെ ക്രിയേറ്റിൻ ഫുഡുകളിലും കാണപ്പെടാറുണ്ട്. ബീഫിലും മീറ്റിലൊക്കെ ഉണ്ടാവാറുണ്ട്. ബീഫിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ക്രിയേറ്റിൻ കൺസ്യൂം ചെയ്യാണ്ടിരിക്കരുത്. ബീഫിൽ കിട്ടുന്ന കുറച്ച് ക്വാണ്ടിറ്റി ആയിരിക്കും. പക്ഷേ സപ്ലിമെന്റേഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് ഏത് ക്രിയേറ്റിൻ ആണ് ബെറ്റർ. ആദ്യം എത്ര ടൈപ്പ് ക്രിയേറ്റിൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് ഉണ്ട്, ക്രിയേറ്റിൻ ഇഥൈൽ എസ്റ്റർ ഉണ്ട്, ലിക്വിഡ് ക്രിയേറ്റിൻ ഉണ്ട്, ബഫേർഡ് ക്രിയേറ്റിൻ ഉണ്ട്, ക്രിയേറ്റിൻ മാഗ്നീഷ്യം ചെലൈറ്റ് ഉണ്ട്. പക്ഷേ ഇതിലെല്ലാം ബെനിഫിറ്റും ചീപ്പസ്റ്റുമാണ് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ്. ഇനി ക്രിയേറ്റിൻ സേഫ് ആണോ? യെസ്, ക്രിയേറ്റിൻ സേഫ് ആണ്. ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് കിഡ്നിക്ക് എന്തെങ്കിലും മുന്നേ എപ്പോഴെങ്കിലും വല്ല തകരാറുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് കൺസൾട്ട് ചെയ്യായിരിക്കും ബെറ്റർ. കാരണം ഞാനൊരു ഡോക്ടറല്ല. ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്കാരനെയാണ് കൂടുതൽ. അതുപോലെ തന്നെ ക്രിയേറ്റിൻ നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിക്കാറുണ്ട്. ക്രിയേറ്റിൻ നിർത്തി കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ മസിൽസിലുള്ള ക്രിയേറ്റിൻ നോർമലായിട്ട് തന്നെ വരും. ക്രിയേറ്റിന് സൈക്കിൾ ആവശ്യമുണ്ടോ ചോദിക്കുന്നുണ്ട്. സൈക്കിൾ ആവശ്യമില്ല. ക്രിയേറ്റിൻ നോർമലായിട്ട് കഴിച്ചാൽ മതി. നിങ്ങൾക്ക് ലോഡിംഗ് ഫേസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടിനും ഒരേ റിസൾട്ട് തന്നെയാണ്. പിന്നെ എന്തിനാണത് കൂടുതൽ കഴിച്ചിട്ട് കാര്യം. അതുപോലെ ക്രിയേറ്റിൻ കഴിക്കണേന് ടൈം എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ബെസ്റ്റ് ഓപ്ഷൻ വർക്കൗട്ട് കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് നല്ലത്. ചില റിസർച്ചിലൊക്കെ പറയുന്നുണ്ട് 1% കൂടുതൽ പെർഫോമൻസിൽ വ്യത്യാസം വരുന്നുണ്ട് ക്രിയേറ്റിൻ പോസ്റ്റ് വർക്കൗട്ട് ആയിട്ട് കഴിക്കുമ്പോൾ എന്ന് പറയാറുണ്ട്. അത് നിങ്ങൾക്ക് സിമ്പിൾ കാർബിൻ്റെ ഒപ്പം കയറ്റാം, അല്ലെങ്കിൽ ജ്യൂസിൻ്റെ ഒപ്പം കഴിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നോർമലി എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഉത്തരം കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പാട്ടിൽ കാണാം ഗൈസ്. ടേക്ക് കെയർ, ബൈ, സീ യു.